പല ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ കണ്ടുവരാറുള്ള ഒരു കാര്യമാണ് ഭർത്താവ് ഓഫീസിലുള്ള സ്ത്രീകളുമായിട്ട് കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു, പഞ്ചാരയടിക്കുന്നു, അവരെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. ഇതിൽ എവിടെയാണ് ശരി, എവിടെയാണ് തെറ്റ്, ഇതെങ്ങനെയാണ് ഭർത്താവ് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് പല ഭാര്യമാരുടെയും ഒരു കൺസേൺ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ അവരുടെ ഭർത്താവിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അവർക്ക് കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന, ഭർത്താവിന് കൂടി തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇനി പറയുന്നതിൽ ശരിയും തെറ്റും ഓരോ പോയിന്റിനെ കുറിച്ചിട്ട് നമുക്കത് ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി, എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം നടത്താൻ വേണ്ടി ഒരു എമർജൻസി വന്നിട്ട് അത് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് കാറിൽ കയറ്റിയിട്ടോ അല്ലെങ്കിൽ വണ്ടിയിൽ കയറ്റിയിട്ടോ കൊണ്ടുപോയി എന്ന് പറയുന്നത് ഒരു കാര്യം നടത്തുന്നതിന്, ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് അവിടെ ഒന്നും പറയാനില്ല. ഒരു സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമുക്ക് അവരെ സഹായിച്ചേ പറ്റുള്ളൂ, അതിൽ നമുക്ക് തെറ്റൊന്നും പറയാനില്ല. അതോടൊപ്പം തന്നെ അതൊരു തെറ്റായി മാറുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു സാമൂഹിക ജീവി എന്ന നിലയ്ക്ക് മനുഷ്യനെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞ് ആ ഒരു സിറ്റുവേഷനെ മുതലെടുക്കുന്ന അവസ്ഥയിലേക്ക്, ആ ഒരു സിറ്റുവേഷനെ ചൂഷണം ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് പഞ്ചാരടിക്കുന്ന, ശൃംഗരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഭർത്താക്കന്മാർ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ തൻ്റെ ഭാര്യ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ഡിസ്കംഫർട്ട് ആകുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നിങ്ങളുടെ പെരുമാറ്റങ്ങൾ കൊണ്ട്, മറ്റുള്ള സ്ത്രീകളോടുമുള്ള നിങ്ങളുടെ ഈ പെരുമാറ്റം കൊണ്ട് അവർ അൺകംഫർട്ടബിൾ ആവുന്നുണ്ടെങ്കിൽ, ഒട്ടും ഡിസ്കംഫർട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പകരം നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുമോ? മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ കാണാൻ കഴിയാത്തവർ സത്യത്തിൽ മൃഗങ്ങൾ എന്ന് പോലും പറയാൻ പറ്റത്തില്ല, അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. മനുഷ്യന് മാത്രമാണ് മനനം ചെയ്യാനുള്ളൊരു കഴിവ്, ചിന്തിക്കാനുള്ള ഒരു കഴിവ്. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ആ ഒരു ക്വാളിറ്റീസ് എങ്കിലും നമ്മൾ കാണിക്കണ്ടേ? മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കണ്ടേ? അത് ചിന്തിക്കുന്നില്ലെങ്കിൽ അത് തെറ്റാണ്. ഇതിൽ തെറ്റെന്ന് പറയുന്നത്, ഒരിക്കലിത് സംഭവിച്ചു, ഓക്കെ, നമുക്കത് മറക്കാം. പക്ഷെ അത് റിപ്പീറ്റഡായിട്ട് നിങ്ങൾ ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഒന്നോ രണ്ടോ തവണ നമ്മൾ പറയാറുണ്ട്, ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റും എന്ന് നമ്മൾ പറയാറുണ്ട്. അത് അവിടെ കൊണ്ട് തീരണം. ഒന്നോ രണ്ടോ ഒരു അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തീരണം. അത് റിപ്പീറ്റഡായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ തികച്ചും തെറ്റാണത്. അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ഈ പ്രണയവും അല്ലെങ്കിൽ ഈ പറയുന്ന പരിപാടിയായിട്ട് മാത്രം നടന്നാൽ മതിയായിരുന്നു. എന്തിനും ഒരാളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നു, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാളെ കൊണ്ടുവന്നത്? മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കൃത്യമായിട്ട് നമ്മൾ തുറന്ന് സംസാരിച്ചിരിക്കണം. അതായത് പാർട്ട്നേഴ്സ് തമ്മിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിരിക്കണം. അതാണ് ഇവിടുത്തെ ശരി. അത് കൃത്യമായിട്ട് സംസാരിക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുക, ആ ഒരു രീതി വേണ്ട. ഭാര്യയാണെങ്കിലും ശരി, ഭർത്താവാണെങ്കിലും ശരി, ഉള്ള കാര്യം തുറന്ന് സംസാരിക്കുക. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, പിടിക്കുന്നില്ല, ചൂടാവാനും വഴക്കിടാനും എല്ലാം പറഞ്ഞത് തുറന്ന് സംസാരിക്കാൻ. കമ്മ്യൂണിക്കേഷൻ, ചർച്ച, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഈവനിങ്ങിൽ നമ്മൾ ഈ TV കാണുന്ന പൊളിറ്റിക്സ്, രാഷ്ട്രീയ ചർച്ചയുടെ കാര്യമല്ല അവിടെ പറഞ്ഞത്. അത് തമ്മിത്തല്ലാണല്ലോ അവിടെ നടക്കാറ്, നമ്മൾ ചാനലിൽ കാണാറുണ്ട്. അതല്ല ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പരിപൂർണമായിട്ട് നിങ്ങളുടെ മനസ്സ് തുറന്ന് നിങ്ങൾ സംസാരിക്കുക. ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല, അപ്പോൾ അതിൻ്റെ അനന്തരഫലം മോശമായിരിക്കും. കാരണം ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാത്ത നിങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ ബിഹേവ് ചെയ്യുക? അത് തന്നെയല്ലേ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം ആയിരിക്കുമോ? അപ്പോൾ അതിൻ്റെ കാരണവും നിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾ തിരുത്താൻ തയ്യാറാവുമോ എന്നുള്ള രീതിയിലേക്ക് മയത്തിൽ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുക. സംഭവം ഇതാണെങ്കിലും ഇതെങ്ങനെ സുഖിപ്പിച്ചോ മയത്തിലോ ഒതുക്കത്തിലോ പറഞ്ഞ് നിങ്ങൾക്ക് ഫലിപ്പിക്കാൻ പറ്റുമോ, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. തമ്മിത്തല്ലെന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വഴക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എന്നത് കയ്യിൽ നിന്ന് പോയി, പിന്നെ അത് നിങ്ങൾക്ക് നേരെയാക്കി എടുക്കാൻ പറ്റണമെന്നില്ല. സോഫ്റ്റായിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ കാര്യങ്ങൾ നടന്നു എന്ന് വരാം. പിന്നെ ഇതിൽ തെറ്റെന്ന് പറയണത്, ഇത്തരം ഒരു ചർച്ച നിങ്ങൾ ചിലപ്പോൾ ഒഴിവാക്കും. ഞാൻ ഒരു തവണ പറഞ്ഞതല്ലേ, എന്നിട്ടും കേൾക്കാഞ്ഞിട്ടല്ലേ എന്ന് നിങ്ങൾ പറയും. ഒരു തവണ പറഞ്ഞാലും ചില ആൾക്കാർക്ക് മനസ്സിലാകണമെന്നില്ല. പറഞ്ഞു വരുന്നത്, ചർച്ചകൾ നമ്മൾ ചിലപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. വഴക്കില്ലാത്ത മാന്യമായിട്ടുള്ള ചർച്ചകൾ ചിലപ്പോൾ നടത്തിക്കൊണ്ടേയിരിക്കേണ്ടി വരും. ചിലപ്പോൾ അത് ഫലം കാണാൻ ഒരുപാട് തവണ നമ്മൾ ചെയ്യേണ്ടിയും വന്നേക്കും. അല്ലാതെ ചർച്ചകൾ അല്ലെങ്കിൽ ആ ടോക്ക് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഞാനിങ്ങനെയായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് പരിതപിച്ചിരിക്കുന്നതിന് പകരം ഇറങ്ങിത്തിരിക്കുക. വീണ്ടും ചർച്ച ചെയ്യുക. വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുക. വഴക്കിടാനല്ല പറഞ്ഞ് സംസാരിക്കാൻ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, പരസ്പര ധാരണയിൽ
ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു പരസ്പര ധാരണയിൽ ഏതൊരു അവസ്ഥ വരേക്ക്, ഏതൊരു ലിമിറ്റ് വരേക്ക് അതിൻ്റെ ഒരു ബൗണ്ടറി ആദ്യം നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ ബൗണ്ടറിക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുന്നതിലോ സംസാരിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. ആ ഒരു പരസ്പര ധാരണ എന്ന് പറയുന്നത് രണ്ടു പേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും. ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടിയിട്ടായിരിക്കും അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക. ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും ആ ഹിതങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും അവിടെ പെരുമാറുന്നുണ്ടാവുക. അത് ശരിയാണ്, അങ്ങനെയേ ചെയ്യാവൂ. ഇവിടെ തെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു പരിധി, ആ ഒരു ബൗണ്ടറി, ആ ഒരു ലിമിറ്റേഷൻ വിട്ടുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്വഭാവമാണ് നിങ്ങളുടെ സ്ഥായിയായ സ്വഭാവമെങ്കിൽ എന്തിനു പിന്നെ നിങ്ങൾ കെട്ടാൻ പോയി? കല്യാണം കഴിക്കുക, കുട്ടികളായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് കുറേ ബാധ്യതകളുണ്ട്, കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് ചുമതലകളുണ്ട് അല്ലേ, ഒരുപാട് കടമകളുണ്ട്. ഇതൊന്നും നിറവേറ്റാൻ പറ്റാത്ത ഒരാൾ ആ പരിപാടിക്ക് പോകേണ്ട ആവശ്യമില്ല. പ്രണയിച്ചുകൊണ്ടേ നടന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന പേരും പറഞ്ഞ് നടന്നാൽ മതിയായിരുന്നു. അവിടെയാണെങ്കിൽ ഇത്രയും പറയുന്ന നൂലാമാലകളും ഉത്തരവാദിത്തങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാകാറില്ല, ഉണ്ടാകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണല്ലോ ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരാൻ കാരണം. ഫ്രീഡം കൂടുതലാണ്, കെട്ടിപ്പൂട്ടി വെക്കുന്നൊരവസ്ഥ അവിടെ അധികം വരുന്നില്ല. എപ്പോൾ വേണമെങ്കിലും ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ബയോളജിക്കലി നമുക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്ന് വിശകലനം ചെയ്തു നോക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞതൊക്കെ ധാർമ്മികമായിട്ടുള്ള മൊറാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ബയോളജിക്കലി ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളോട് ആകർഷണം തോന്നുക എന്ന് പറയുന്നത് ബയോളജിക്കലി ഒരു തെറ്റ് അല്ല. ഒരാൾക്ക് മറ്റൊരാളോട് ആകർഷണം തോന്നാം, കല്യാണം കഴിഞ്ഞു, ഓക്കെ, എന്ന് വെച്ചിട്ടെന്താ, ആകർഷണം തോന്നുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ബയോളജിക്കലി നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പരിണാമഫലമായിട്ട് നമ്മളിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അതിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വിൽ പവർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരാൾ കണ്ടിങ്ങനെ ചിരിച്ച് കാണിക്കുമ്പോൾ അതിനെ അങ്ങ് അലിഞ്ഞ് ഇല്ലാതാവുക എന്ന് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു പെൺകോന്തൻ എന്നൊക്കെയാണ് നമ്മൾ അവരെ പറയാറ് അല്ലേ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മളങ്ങോട്ട് ലോലനാവാൻ നിൽക്കരുത്. നമുക്കൊരു വിൽ പവർ ഉണ്ടായിരിക്കണം, നമുക്കൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം, നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം. നമ്മളങ്ങനെ ഒരു ഉണ്ണാക്കനായിട്ട് മാറേണ്ട കാര്യമൊന്നുമില്ല ആണുങ്ങൾ. നമുക്ക് നമ്മുടെ പാർട്ട്ണറോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, ഇതായിരിക്കണം നമ്മളെ ഈ ബന്ധത്തിലേക്ക് പിടിച്ചു നിർത്തുന്നത്. അല്ലെങ്കിൽ നമുക്ക് കണ്ണി കണ്ട ആൾക്കാരുടെ അടുത്തൊക്കെ പറയുന്ന ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആകർഷണങ്ങളൊക്കെ തോന്നിക്കൊണ്ടിരിക്കും അല്ലേ. അത് ബയോളജിക്കലി അതങ്ങനെയാണ് മനുഷ്യൻ. അതിനെ വിൽ പവർ കൊണ്ടും പാർട്ട്ണറോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ടാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. അതാണ് ശരി. എന്നാൽ ഇവിടെ തെറ്റ് എന്ന് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പങ്കാളിയെ വഞ്ചിക്കുന്നതാണ്. നമ്മളിപ്പോൾ നേരത്തെ ചർച്ച ചെയ്തു അല്ലേ, ബയോളജിക്കലി ശരിയായിട്ടുള്ളൊരു കാര്യം മൊറാലിറ്റി വെച്ച് നോക്കുമ്പോൾ തെറ്റായിട്ട് മാറുകയാണ്. എന്തുകൊണ്ട്? നമ്മുടെ സമൂഹം അങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. ഒരു 100 വർഷങ്ങൾക്കോ 1000 വർഷങ്ങൾക്കോ മുമ്പുണ്ടായിരുന്ന അതേ ഒരു ധാർമ്മികതയല്ല ഇപ്പോൾ ഉള്ള ധാർമ്മികത. അത് മാറിയിട്ടുണ്ട്. ഇനിയും അനേകം വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ധാർമ്മികത ഇനിയും പരിഷ്കരിക്കും, മാറ്റത്തിന് വിധേയമാകും. അപ്പോൾ ഇന്നത്തെ ശരികൾ അന്ന് തെറ്റാവും, അല്ലെങ്കിൽ അന്നത്തെ ശരികൾ ഇന്ന് തെറ്റാവും എന്ന് പറയുന്ന പോലെ കാലങ്ങൾക്കനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 1000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ധാർമ്മികത ഇന്ന് തെറ്റാണ്. അന്ന് വേട്ടയാടാൻ പറ്റുമായിരുന്നു, ഇന്ന് വേട്ടയാടാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും അല്ലേ. അപ്പോൾ പല രീതിയിലും പലതും തെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയായി വളർന്നു വന്നതുകൊണ്ട് തന്നെ, പരിണമിച്ച് വന്നതുകൊണ്ട് തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അവൻ്റെ ഒരു അടിസ്ഥാന കാര്യമാണ്. അതില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല. മറ്റുള്ളവരോട് സംസാരിക്കാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സോ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുക എന്ന് പറയുന്നത് അവിടെ ഒരു തെറ്റല്ല. ബയോളജിക്കലി അതൊരു തെറ്റല്ല, മറ്റേതൊരു വീർപ്പുമുട്ടലാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. നമ്മുടെ മാനസികമായിട്ടുള്ള ക്ഷേമത്തിന്, മെൻ്റൽ വെൽബീയിങ്ങിന് ഈ പറയുന്ന സംസാരം, ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വേണം, അത്യാവശ്യമാണ്, അനിവാര്യമാണ്. എന്നാൽ ഈ പറയുന്ന സോഷ്യൽ ഇൻട്രാക്ഷൻ പരിധി കടന്നിട്ടുണ്ടെങ്കിൽ, പരിധി വിട്ടിട്ടുണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പിനെ തകർക്കുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് ശൃംഗാരം, പഞ്ചാരിയടി, അത്തരം പരിപാടികൾ, വണ്ടിയിലെ ആൾക്കാരെ കയറ്റി കൊണ്ടുപോകുന്നു, പല ഉദ്ദേശങ്ങളും കാര്യങ്ങളും നടത്തുന്നു, തെറ്റാണ്. അവസാനത്തെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശരി എന്ന് പറയുന്നത്, ഈ ഒരു കാര്യത്തിൽ രണ്ട് പേരും, ഭാര്യയാണെങ്കിലും ശരി ഭർത്താവാണെങ്കിലും ശരി, രണ്ട് പേരുടെയും ഇമോഷണലായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഉത്തരവാദിത്തമുള്ളവരാണ്, ചുമതലപ്പെട്ടവരാണ്. തൻ്റെ പാർട്ട്ണറുടെ, തൻ്റെ സ്പോസിൻ്റെ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അത് ചെയ്യാതെ വരുന്ന സാഹചര്യത്തിലാണ് ഒരു 50% പേരെങ്കിലും മറ്റുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നത്. സോ ഒരു 50% നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് അതിൻ്റെ കാരണം, മിസ്റ്റേക്ക്
നിങ്ങൾ തന്നെയാണ് അതിൻ്റെ റീസൺ എന്ന് നമുക്ക് ലാസ്റ്റ് പറയേണ്ടി വരും. സോ പാർട്ട്ണർ എന്ന നിലയ്ക്ക് 50% ചാൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. രണ്ടുപേരും പരസ്പരം സന്തോഷിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യണം. ഇതാണ് ഇവിടുത്തെ അവസാനത്തെ ശരി എന്ന് പറയുന്നത്. ആ ശരി തെറ്റാകുമ്പോഴാണ്, പാർട്ട്ണറെ അവഗണിക്കുമ്പോഴാണ്, ഇമോഷണലി ആൻഡ് ഫിസിക്കലി അവഗണിക്കുമ്പോഴാണ് മറ്റുള്ള ബന്ധങ്ങളിലേക്കൊക്കെ പോയി ചാടുന്നത്. 50% ഉള്ളൂ ഈ കാരണവും, ബാക്കി 50% ആ പാർട്ട്ണറുടെ തനിയെ ഉള്ള നേരത്തെ പറഞ്ഞ ബയോളജിക്കലായിട്ടുള്ള ആ ഒരു ഇമ്പൾസാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നേരത്തെ നമ്മൾ പറഞ്ഞു ആ ഒരു ഇമ്പൾസിനെയും നമ്മൾ എന്തുകൊണ്ടാണ് വിൽ പവറിനെ കൊണ്ടും കമ്മിറ്റ്മെൻറ്റിനെ കൊണ്ടുമാണ് നമ്മൾ ഭേദിക്കുന്നത് അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്നത്. അങ്ങനെ ഒരു കയറ് വിട്ടു പോകുന്ന ഒരു മനസ്സല്ല എൻ്റേത് എന്നുള്ളത് ഓരോ ആണുങ്ങളും വിചാരിക്കുകയാണെങ്കിൽ ബന്ധം സൂപ്പറായിട്ട് മുന്നോട്ട് പോകും. എന്നാൽ പല ആൾക്കാരും അങ്ങനെയല്ല, തനി ലോലന്മാരാണെന്നുള്ളത് അവർ പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്നുള്ളതാണ് സത്യം.